ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കർക്കിടക മാസത്തിൽ കഴിക്കാവുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉലുവ വെച്ചിട്ടാണ് കേട്ടോ കഞ്ഞി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയെന്ന് നോക്കാം. ഞാൻ ഉലുവ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിൽ പകുതിയാണ് കേട്ടോ ഞാൻ ഉലുവ എടുത്തിട്ടുള്ളത്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഇന്നലെ രാത്രി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ഉലുവ കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ഉലുവയുടെ വെള്ളം പിന്നെ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് നോക്കാം. കുക്കറിലാണ് കേട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് ഉലുവ. അപ്പോൾ ഉലുവ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഉലുവയിലുള്ള വെള്ളം തന്നെയാണ്, പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടിച്ചപ്പോഴാണ് കേട്ടോ എനിക്കിതിലൊരു കാര്യം ഇടാൻ മറന്നു പോയത് ഓർമ്മ വന്നത്. ചെറിയ ഉള്ളിയാണ് കേട്ടോ. ഈ ചെറിയ ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു പകുതി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വേണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുത്താലും മതി. ഞാൻ തേങ്ങാപ്പാലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് പാലെടുത്തിട്ട് വരാം. തേങ്ങാപ്പാൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 2 ശർക്കരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ശർക്കര ഞാൻ ഇതുപോലെയല്ല ഇട്ട് കൊടുക്കുന്നത്, ഒന്ന് ഉരുക്കിയിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇതിൽ കരടുണ്ടാവും. അപ്പോൾ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇനി ശർക്കര ഞാൻ ഉരുക്കാനായിട്ട് വെക്കുകയാണ്. ഇതൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ശർക്കര. ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ശർക്കര ഉരുകിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കാം. ശർക്കര ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് മധുരത്തിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഉലുവ വെന്തോ നോക്കാം. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. പാകത്തിന് വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്യാം. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വേണം കേട്ടോ വീഡിയോ കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഔഷധ കഞ്ഞിയാണ് കേട്ടോ ഉലുവ വെച്ചിട്ട്. ഇനി ഇതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. മധുരം നോക്കിയിട്ട്, ഞാനത് മുഴുവൻ ഒഴിച്ചിട്ടില്ല, മധുരം നോക്കിയിട്ട് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം. മധുരം ഞാൻ നോക്കിയിട്ടാണ്. അപ്പോൾ ഞാൻ എടുത്ത അളവ് കറക്റ്റാണ്. 2 ശർക്കര കുറച്ചും കൂടി ഉണ്ട്. ഇതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉലുവ കഴിക്കുന്നത് എപ്പോഴും നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാലോ. പിന്നെ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ ഇതുപോലെ ഉലുവ കഞ്ഞി ഉണ്ടാക്കി കഴിക്കുന്നത് തണ്ടൽ വേദനയ്ക്കും അതുപോലെ മേലുവേദന അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒക്കെ മാറുന്നതാണ്. 2 ആഴ്ച ഉണ്ടാക്കി കഴിക്കുക. 2 ആഴ്ച കഴിക്കാൻ പറ്റില്ലെങ്കിൽ 1 ആഴ്ചയെങ്കിലും
കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് മനസ്സിലായില്ലേ ഉലുവക്കഞ്ഞി? അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കട്ടെ. ഇനി ഇത് ഞാൻ പാത്രത്തിലേക്ക് മാറ്റാണ്. ഇത്രയും മതി. ഇനി പാത്രത്തിലേക്ക് മാറ്റട്ടെ കേട്ടോ. ഇനി ഞാൻ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. എനിക്കിഷ്ടമാണ് കേട്ടോ ഉലുവക്കഞ്ഞി കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാപ്പാൽ എടുക്കേണ്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ വളരെ എളുപ്പമാണ്. തേങ്ങാപ്പാൽ വേണ്ടാത്തൊരു തേങ്ങ ഇട്ട് കൊടുത്താലും മതി, പക്ഷേ തേങ്ങാപ്പാലാണ് കേട്ടോ ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉലുവക്കഞ്ഞി ഉണ്ടാക്കട്ടോ. പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം.